നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. നമസ്കാരം സർ. കേരളം ദേശീയ ഗെയിംസിന് ഒരുങ്ങുകയാണ്. ദേശീയ ഗെയിംസ് എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മുടെ നാഷണൽ ഒളിമ്പിക്സ് ആണത്. 10-28 കൊല്ലത്തിന് ശേഷം ആ മേള ഈ രൂപത്തിലായതിനു ശേഷം അത് കേരളത്തിലെത്തുന്നു. അതിന് നേതൃത്വം നൽകുന്ന അമരക്കാരനാണ് സ്പോർട്സ് മന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾക്ക് പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടോ? അതൊരു മഹാമേളയായി മാറും, നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിക്കും എന്ന തരത്തിൽ? അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും കൂടി കറക്റ്റായിട്ട് വന്നാൽ മഹാമേള തന്നെയാകും. 27 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ഇത് വരുന്നത് എന്നുള്ളത് വളരെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്റ്റേഷനോട് കൂടി ജനങ്ങളും നിൽക്കുകയാണ്. സ്പോർട്സ് രംഗത്ത് കേരളം വളരെ മുമ്പിലാണ്, പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിൽ കേരളം വളരെ പിറകിലാണ്. അപ്പോൾ ഈ പിന്നോക്കാവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി എന്നുള്ള നിലയിൽ കുറേ കാലമായി ഇതിൻ്റെ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിൽ ലാസ്റ്റ് ലാപ്പ് ഓടുന്ന വ്യക്തി മാത്രമാണ്. ഇതിനു മുമ്പ് 3 ആളുകൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2 ഗവൺമെൻറ്റുകളിലായി ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ലാപ്പ് ഓടുന്നത് ഞാനാണ് എന്നുള്ളത്. ഏതായാലും അത് എല്ലാവരുടെയും കൂടി സഹായ സഹകരണത്തോടു കൂടി മാക്സിമം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ ഓണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും, പക്ഷേ അതും എല്ലാ ജനവിഭാഗങ്ങളുടെ സമ്പൂർണ്ണ ഏകീകരണം എന്ന് സംഭവിക്കുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു ഓണം ഫെസ്റ്റിവലിൻ്റെ ഒരു ഘോഷയാത്ര നടക്കുന്നുണ്ട്. അതൊരു പേജൻ്റല്ലേ ഉള്ളൂ. കേരളം ഒട്ടാകെയുള്ള മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് അണിനിരക്കാൻ കഴിയുന്ന ഒരു കർമ്മപരിപാടിയെങ്കിലും നമ്മളുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടാവണ്ടേ? അവിടെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് നമ്മൾ റൺ കേരള റൺ എന്ന് പറഞ്ഞാലും അതൊരു കായികമായ ഒരു കായിക പ്രകടനമല്ല, അതിനേക്കാൾ അപ്പുറത്തെ ഒരു മാനസിക അവസ്ഥയാണ്. ഞാൻ ഒരു ആദ്യം പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനൊരു അനുബന്ധം കൂടെ പറയാം. നമ്മളുടെ ജനസമൂഹത്തിൽ എല്ലാവർക്കും ഒരുമിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് വേണ്ടേ? അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ശൈലി തന്നെ നമ്മുടെ സമൂഹത്തിലെ. അപ്പോൾ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാൻ പറ്റത്തക്ക വിധത്തിൽ പോകണം. നമ്പർ 1, സംഘാടനത്തിനകത്തെ ഇവന്റ് മാനേജ്മെൻറ്റ് വേണോ എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ നാഷണൽ ഗെയിംസിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ഒരു സെക്രട്ടേറിയറ്റാണ്. ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്, അത് തിരുവനന്തപുരത്ത് മാത്രമാണ്. അപ്പോൾ കേരളത്തിലെ 1100 പഞ്ചായത്തിലും ആ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും മിനിമം 7 പോയിൻ്റെങ്കിലും വേണമെന്നായിരുന്നു അന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. 1100 × 7, അതിനേക്കാൾ അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അതും എല്ലാം കൂടി വരുമ്പോഴേക്ക് ഇപ്പോഴത്തെ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ 10,000 പോയിന്റിനപ്പുറത്തേക്ക് പോകുമെന്നാണ്. അതിന് പുറകിലുള്ള നിറഞ്ഞ ആത്മവിശ്വാസമാണ്. പക്ഷേ ഈ ലാലിസം ചിലർ പറയുന്നത്, ഉപശാലകളിൽ പറഞ്ഞു കേൾക്കുന്നത്, ലാലിസം അല്ലെങ്കിൽ തന്നെ നടത്താനിരുന്ന ഒരു പരിപാടിയാണ്, അത് ഇതിലേക്ക് എടുക്കപ്പെട്ടു, അങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇതൊരു സാംസ്കാരിക അപവാദം മാത്രമാണോ ആ മേഖലയിലുള്ള? എനിക്ക് മനസ്സിലായിട്ടുള്ളിടത്തോളം ലാലിസം ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് വരണമെന്ന് അദ്ദേഹത്തിനും മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. ഇതുപോലെ ഒരു ദേശീയ പരിപാടിയോട് ദേശീയ പരിപാടിയിൽ അപ്പം നമുക്കും വലിയ താല്പര്യമായി. കാരണം മോഹൻലാലിനെ പോലെ ഒരു മഹാനടൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടി, അത് നമുക്കിതുമായി ബന്ധപ്പെടുത്തി പോവുക എന്നുള്ളത് മലയാളികൾക്കും അഭിമാനകരമല്ലേ. ഞാൻ അവരുടെ പൊളിറ്റിക്സ് അല്ല നോക്കുന്നത്. കാരണം ഞാനിതിൽ കണ്ടത് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ റൺ കേരള റണ്ണിലെടുത്ത് അതേ സമീപന. പൊളിറ്റിക്സ് എന്തായാലും എന്താ ഗുണം നമുക്ക് കിട്ടിയാൽ പോരെ, നമുക്ക് നല്ല രൂപത്തിൽ പോയാൽ പോരെ. ഗുണം ആർക്ക്? നമ്മുടെ സ്റ്റേറ്റിന്. അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു കാര്യം, 650ഓളം കോടി രൂപ ചെലവിട്ട് നടത്തുന്ന ഈ മഹാസംരംഭത്തിൽ ഒരു 35 കോടിയോളം രൂപ മാത്രമാണ് സത്യത്തിൽ സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ചെലവിടുന്നത്. അത് വളരെ കുറഞ്ഞ തോതിലുള്ള ഒരു ചിലവായി പോയി ആ മേഖലയ്ക്ക്. അതിനായിരുന്നു പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചില സ്പോർട്സ് മേഖലയിൽ നിന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ വാസ്തവം എന്തെങ്കിലും ഉണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ബജറ്റിംഗ് സ്കീമിനെ കുറിച്ച് എനിക്ക് തള്ളി പറയാനും കഴിയില്ല, എന്നാൽ എനിക്കതിന് നേരിട്ട് ഉത്തരവാദിത്വമില്ല. നേരത്തെ ഇട്ട ഒരു ബജറ്റ് സ്കീമാണ്. ആ ബജറ്റ് സ്കീം അത് പിന്തുടരുകയാണ്. ആ ബജറ്റിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഈ ചോദിച്ചത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇതിൽ ഏറ്റവും മജോറിറ്റി എക്സ്പെൻഡിച്ചർ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. ഞാനൊരു സ്റ്റേഡിയത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞത് 161 കോടി രൂപ.
അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന കണക്കിനകത്ത് വരുന്നതാണ്.